ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോക്ബി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പർമർ ടെസ്റ്റ് സീരീസ് 7ാമത്തെ ടെസ്റ്റിലെ നമ്മുടെ CGL മെയിൻസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ അതിൽ മാത്സിൻ്റെ സൊല്യൂഷൻസ് ആണ്. ഇപ്പോൾ 2 പാർട്ടാക്കിയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇതിൽ ആദ്യത്തെ 15 ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അടുത്ത 15 നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക. എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നോക്കിക്കുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ അവർ പറയുന്നുണ്ട് ഇത്ര 1/4 ടൈംസ് ഞാൻ ന്യൂമറേറ്റർ കൂട്ടി, ഡിനോമിനേറ്റർ ഞാൻ 1/3 ടൈംസ് കുറച്ചു. അപ്പോൾ കിട്ടിയ പുതിയ ഫ്രാക്ഷനാണ് എന്ത് 33/64 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ, ഒറിജിനൽ ഫ്രാക്ഷൻ എന്തെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ ഫ്രാക്ഷൻ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ n/d. അപ്പം എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് 1/4 1/3 ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1/4 ടൈംസ് കൂട്ടി എന്ന് പറയുമ്പം നോക്കിക്കുക, ന്യൂമറേറ്ററിനെ 1/4 കൂട്ടി എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആദ്യം 4 യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര യൂണിറ്റ് ആയിട്ടുണ്ടാവും, 5 യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ. ഇതാണ് ന്യൂമറേറ്ററിൽ വന്ന ചേഞ്ച്. ഡിനോമിനേറ്ററിൽ വന്ന ചേഞ്ച് എന്താ, ഡിനോമിനേറ്റർ 1/3 ടൈംസ് കുറച്ചു എന്നാണ് പറയുന്നത്. അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 3 യൂണിറ്റാണ് എൻ്റെ ഡിനോമിനേറ്റർ എങ്കിൽ ആ 3-ൽ നിന്ന് 1 യൂണിറ്റ് ഞാൻ കുറച്ചു, അതിനെ 2 യൂണിറ്റാക്കി മാറ്റി. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇതാണ് എൻ്റെ പഴയത് ഓൾഡ്, ഇത് ന്യൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒറിജിനൽ ഫ്രാക്ഷനാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററിൽ ആരാ 4 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ അതിന് ഞാൻ 4x എന്ന് എഴുതുന്നു, ഡിവൈഡഡ് ബൈ എന്ത് എഴുതുന്നു, താഴെ ഡിനോമിനേറ്റർ 3x എന്ന് എഴുതുന്നു. ഇതാണ് എൻ്റെ ശരിക്കുള്ള ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അതിൽ ഞാൻ ചേഞ്ച് വരുത്തിയപ്പോൾ കിട്ടിയതാണ് ഈ 5/2 എന്ന് പറയുന്ന ഈ ഡിനോമിനേറ്റർ. അതായത് 5x ഡിവൈഡഡ് ബൈ 2x. ഇതാണ് എനിക്കിപ്പോൾ ഈ ചേഞ്ച് വരുത്തിയപ്പോൾ കിട്ടിയത് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള വാല്യൂ ആണ് 33/64, വിച്ച് ഈസ് ഈക്വൽ ടു 33/64 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിക്കണം. എന്തെന്ന് വരും, ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുക അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 33/64 എന്ന് വന്നു. ഇൻറ്റു ഈ 5/2 അങ്ങോട്ട് പോകുമ്പോൾ 2/5 എന്നായി. അപ്പോൾ ഇതാണ് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, 4/3 എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ഒറിജിനൽ ഫ്രാക്ഷൻ. അപ്പോൾ ഇൻറ്റു 4/3 എന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ കിട്ടും. 3 11 ക്യാൻസലായി. ഈ 2 × 4 8 ആണ്, ഇത് 8 ക്യാൻസലായി പോവും. വേറെ ഒന്നുമില്ല. 11 ഡിവൈഡഡ് ബൈ 8 × 5 40. ഇതായിരിക്കും എൻ്റെ ഒറിജിനൽ ഫ്രാക്ഷൻ. ഓപ്ഷൻ ഡി 11/40 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പറയുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. എ മാൻ സോൾഡ് 2 cycles for 500 rupees each. On one he lost 20% and on the other he lost 12%. How much does he gain or lose in the whole transaction? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരാൾ എന്ത് ചെയ്തു, 2 സൈക്കിൾ 500 രൂപ വീതം വിലയിൽ വിറ്റു. ഒരു സൈക്കിൾ വിറ്റപ്പോൾ 20% നഷ്ടമാണ്, മറ്റത് വിറ്റപ്പോൾ 12% നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം അവിടെ എത്രയാണ് നഷ്ടം അല്ലെങ്കിൽ ലാഭം സംഭവിച്ചതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്രാക്ഷനാക്കി എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നമ്മളോട് ആൻസറിൽ ചോദിച്ചതും പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് റിയൽ വാല്യൂവിൻ്റെ ഇവിടെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം ഹീ ലോസ്റ്റ് 20% എന്ന് പറയുമ്പം അതിൻ്റെ ഫ്രാക്ഷൻ 1/5 ആണ്. അതായത് 5 രൂപയായിരുന്നു അതിൻ്റെ ശരിക്കുള്ള വില, കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും, 1 രൂപ കുറഞ്ഞു, 4 യൂണിറ്റിനായിരിക്കും ഞാൻ വിറ്റിട്ടുണ്ടാവുക. മറ്റതിൽ 12% ലോസ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. 12% എന്ന് പറയുമ്പം എങ്ങനെ എഴുതും, 12/100 വേണമെങ്കിൽ 4 വെച്ച് ക്യാൻസൽ ആക്കിയിട്ട് 3/25 എന്ന് എഴുതാം. ഓക്കെ, അല്ല എഴുതി കൂടെ എനിക്ക് 3/25 എന്ന് വേണമെങ്കിൽ എഴുതാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആക്കി എടുക്കുവാണെങ്കിൽ 12 കുറഞ്ഞു എന്ന് പറയുമ്പം 88 ആയിരിക്കും എൻ്റെ ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സാധനം പറയുന്നുണ്ട്. എ മാൻ സോൾഡ് 2 cycles for സോൾഡ് 2 എണ്ണത്തിനും ഒരേ രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അതായത് 2ൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിമാണ്. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് സെയിം അല്ല അല്ലേ. ഇവിടെ 100, 88, 5, 4. ഇവിടെ 4, 88 നടക്കുന്നത്. അപ്പോൾ 4-ന് വേണമെങ്കിൽ എനിക്ക് 88 ആക്കാം. എങ്ങനെ, ഇൻറ്റു 22 ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്തെന്നായി പോകും, 22 × 5 എന്ന് പറയുമ്പോൾ 110 ആയിരിക്കും അതിൻ്റെ പുതിയ സെല്ലിംഗ് പ്രൈസ്. പുതിയ കോസ്റ്റ് പ്രൈസ് 88 അല്ലെ, 22 × 4. ഇനി താഴത്തുള്ളതിന് ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. രണ്ടാമത്തെ സൈക്കിളിൻ്റെ വില തന്നെ അങ്ങനെ തന്നെ എഴുതുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സൈക്കിളിൻ്റെ, ഇതാണ് സെക്കൻഡ് സൈക്കിളിൻ്റെ. ഓക്കെ, ഇനി 2 എണ്ണം കൂടി വാങ്ങാൻ എനിക്ക് ടോട്ടൽ എത്ര രൂപ ചിലവായി, 210 രൂപ ചിലവായി. 2 എണ്ണം കൂടി വിറ്റപ്പോൾ എനിക്ക് എത്രയാണെന്ന് കിട്ടി നോക്കിക്കേ, 176 രൂപ കിട്ടി. അതായത് ഇവിടെ എത്ര നഷ്ടം സംഭവിച്ചു, 24 10 34 രൂപൻ്റെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോസ് കണ്ടുപിടിക്കാം അല്ലേ, ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. 34 നഷ്ടം സംഭവിച്ചു, കോസ്റ്റ് പ്രൈസ് 210 ആണ്, ഇൻറ്റു 100 ചെയ്താൽ നിങ്ങളുടെ ആൻസറായി. ഓക്കെ ആണല്ലോ.
എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എത്ര ഏകദേശം അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 0 ക്യാൻസൽ ചെയ്ത് പോയി ഒരു തവണ 9 4 13 130 130 എത്ര തവണ വരും? 6 അല്ലേ? 6 ടൈംസ് വരും. 16.19 ആയിരിക്കും നമ്മുടെ ആൻസർ. 16.19%. ഇത്രേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കണു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ബി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 days. എയും ബിയും ഒരുമിച്ച് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. എ എലോൺ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഇൻ 20 days. എ ഒറ്റയ്ക്ക് അത് 20 ദിവസവും ചെയ്യും. അതിനാണെങ്കിൽ LCM എടുക്കുമ്പോൾ ടോട്ടൽ വർക്ക് എത്ര എന്ന് വരും? 60 എന്ന് വരും. എയുടെ എഫിഷ്യൻസി 3 എന്ന് വരും. എയുടെയും ബിയുടെയും എഫിഷ്യൻസി 5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 5 ൽ നിന്ന് 3 കുറച്ചാൽ 2 ആയിരിക്കും ബിയുടെ എഫിഷ്യൻസി. അത് എഴുതി വെച്ചു. ഇനി ഇത്രയേ ഉള്ളൂ. ബി ഡസ് ദ വർക്ക് ഓൺലി ഹാഫ് എ ഡേ ഡെയിലി. ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാണോ അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ബി ഒരു ദിവസം അതിൻ്റെ പകുതി വർക്കേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ബി അതിൻ്റെ പകുതി എഫിഷ്യൻസിയിലേ ജോലി ചെയ്യുള്ളൂ. അതായത് 2 യൂണിറ്റാണ് ബിയുടെ എഫിഷ്യൻസി എങ്കിൽ ബി എത്രയിലേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ? 1 യൂണിറ്റ് എഫിഷ്യൻസിയിലേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി എത്ര ദിവസം കൊണ്ട് പണി തീർക്കും? അപ്പോൾ സമയമാണ് ചോദിച്ചത്. വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസിയാണ്. വർക്ക് എത്രയാ? 60 തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി എന്തെന്ന് വരും? 5 ആണോ? അല്ല. എയുടെ എഫിഷ്യൻസി 3ഉം മറ്റേത് ബിയുടെ എഫിഷ്യൻസി എന്താ? 1 ആണ് അല്ലേ? എ 3 ബി 1 ആണ്. 3 + 1 4. 60/4 15 ദിവസം. 15 days കൊണ്ടായിരിക്കും അത് തീർക്കുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ. 5 men can complete a work in 20 days. 5 മെന്ന് എം എന്നുള്ളത് അതിൻ്റെ എഫിഷ്യൻസി ആക്കി എടുക്കുന്നു ഞാൻ. 20 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 10 women can complete the same work in 15 ദിവസം. അല്ലാണെങ്കിൽ മെൻ ബൈ വുമണിൻ്റെ എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാം. 2 ഇത് 3 ഇത് ക്യാൻസലായിപ്പോയി അല്ലേ? മെൻ ബൈ വുമൺ ഇസ് ഈക്വൽ ടു എത്ര എന്ന് വന്നു? 3/2 എന്ന് വന്നു. ഇതാണ് ഇവരുടെ എഫിഷ്യൻസി. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. 2 men and 6 women started working together. After 5 days 3 women left and a new man joined the work. ആണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് റിമൈനിങ് വർക്ക് ചെയ്തു? റിമൈനിങ് വർക്കാണ്, ടോട്ടൽ വർക്കല്ല. അപ്പോൾ 2 മെന്നും 6 women എന്ന് പറയുമ്പം 2 മെന്നും 6 women എന്ന് പറയുമ്പം അവർ ഏത് എഫിഷ്യൻസിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഒരു മെന്നിൻ്റെ 3 ആണല്ലേ? അപ്പോൾ 2 × 3 6. ഒരു വുമണിൻ്റെ 2 ആണ്. അപ്പോൾ 2 × 6 12. ടോട്ടൽ 18 എഫിഷ്യൻസിയിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. ഇത് എഫിഷ്യൻസിയാണ്. അപ്പോൾ 18 എഫിഷ്യൻസിയിൽ അവർ എത്ര ചെയ്തു? 5 ദിവസം വരെ ചെയ്തു. അപ്പോൾ 18 × 5 ദിവസം എഫിഷ്യൻസി ഇൻറ്റു ടൈം എത്ര വർക്ക് ചെയ്തു? 90 വർക്ക് ഓൾറെഡി ചെയ്തു. നോക്കിക്കേ, ടോട്ടൽ വർക്ക് എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് എങ്ങനെ കിട്ടുക? ടോട്ടൽ വർക്ക് ഇതിലിട്ട് കൊടുത്താൽ മതി. ഇത് രണ്ടും ടോട്ടൽ വർക്കാണ്. ഒന്നുകിൽ ഈ സൈഡിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കുക. 5 മെന്നിൻ്റെ എഫിഷ്യൻസി എത്രയത്? മെന്നിൻ്റെ എഫിഷ്യൻസി എനിക്ക് എഴുതാം 3 ആണെന്നുള്ളത് അല്ലേ? 3 ഇൻറ്റു 20 ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് ടോട്ടൽ വർക്ക്. അതായത് 15 × 2 300 ആയിരിക്കും എൻ്റെ ടോട്ടൽ വർക്ക്. ഈ 300 ടോട്ടൽ വർക്കിൽ 90 ഇവർ ഓൾറെഡി 5 ദിവസം കൊണ്ട് ചെയ്തു. ബാക്കി എത്രയും കൂടി ഉള്ളൂ? 300 - 90 210 ഇനി എനിക്കുള്ള ടോട്ടൽ വർക്ക്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം 3 വിമൺ അതിൽ നിന്ന് പോയി. ഇപ്പം എത്ര പേരുണ്ട്? 2 മെന്നും 6 വുമണുമാണ്. അതിൽ നിന്ന് 3 വുമൺ പോയിട്ട് ഒരു മാൻ ആഡായി. അപ്പോൾ 2 മാനേ ഉള്ളൂ. ഒരാൾ വന്നപ്പോൾ 3 മാൻ വന്നു. 6 വുമണിൽ നിന്ന് 3 പേര് പോയപ്പോൾ 3 വിമൺ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 3 × 3 + 3 × 2 9ഉം 6ഉം 15 ആണല്ലോ. 15 ഇവരുടെ എഫിഷ്യൻസി. ഈ 15 എഫിഷ്യൻസിയിൽ ബാക്കിയുള്ള ജോലി അവർ എത്ര സമയം കൊണ്ട് തീർക്കും? ടൈമാണ് ചോദിച്ചത്. വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. വർക്ക് എത്രയാ? 210 ഇനി ചെയ്ത് തീർക്കാനുണ്ട്. എഫിഷ്യൻസി ഏതിൽ ചെയ്യും? 15 എഫിഷ്യൻസിയിൽ ചെയ്യും. 3 വെച്ച് ക്യാൻസൽ ചെയ്യുക. 70 70/5 14 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. എ സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ബിക്കംസ് 4 times in 30 years. അതായത് പി എന്ന് പറയുന്ന ഒരു എമൗണ്ട്, റേറ്റ് പെർസെൻറ്റേജ് എനിക്കറിയില്ല, പക്ഷെ 30 വർഷം കൊണ്ട് അത് എത്രയാവും? അതിൻ്റെ 4 times ആവും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എന്തിൻ്റെ ഇക്വേഷനാണ്?
റേറ്റ് ഇൻറ്റു ടൈം ഇൻറ്റു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ SI കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ എപ്പോഴും 4 ഇരട്ടിയായി എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇല്ല. 4 ഇരട്ടിയായി എന്ന് പറയുമ്പോൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പിളും കൂടി കൂട്ടുമ്പോഴാണല്ലോ നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, P എന്ന് പറയുന്നതിൽ 30 വർഷം കൊണ്ട് എത്രയോ റേറ്റ് പെർസെൻറ്റേജിൽ കയറിയ ഇൻട്രസ്റ്റും അതിനോടുകൂടെ P തന്നെയും കൂടി കൂട്ടുമ്പോഴാണ് 4P കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ SI എത്രയായിരിക്കും? 3P ആയിരിക്കും അല്ലേ. ഈ 3P ആണ് അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. ഈ പലിശയും ഈ മുതലും Pയും കൂടി കൂട്ടുമ്പോഴാണല്ലോ അല്ലേ 3P + P ചെയ്യുമ്പോഴല്ലേ എമൗണ്ട് 4P 4 ഇരട്ടിയായി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അത് എന്താണ്? അത് 3P ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, Pയും Bയും ക്യാൻസലായിപ്പോയി, R = 10% എന്ന് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഇതാണ്, 90 ഇയേഴ്സിന് ശേഷം എത്ര ഇരട്ടിയാവും എന്നുള്ളത്. അപ്പോൾ 90 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 90 വർഷം കൊണ്ട് എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം. അപ്പോൾ P എന്ന് പറയുന്നതിൽ 1/10 അല്ലേ, 10%ന് 1/10 എന്ന് എഴുതി 90 വർഷം കൊണ്ട് എത്ര ഇൻട്രസ്റ്റ് കയറും? 9P ഇൻട്രസ്റ്റ് കയറും. ഇതെന്താണ്? ഇത് SI ആണ്. അപ്പോൾ എത്ര എമൗണ്ട് ആവും? ടോട്ടൽ എത്ര ഇരട്ടിയാവും എന്ന് ചോദിച്ചാൽ എത്ര എമൗണ്ട് ആവും? ആദ്യം ഒരു പ്രിൻസിപ്പിൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ എനിക്ക് പലിശ 9P കിട്ടി, അതായത് 10 ഇരട്ടിയാവും. എമൗണ്ട് 10 ഇരട്ടിയാവും. ഓക്കെ, തെറ്റരുത് അത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, 16,820 രൂപയുണ്ട്. 2 പേര് 27 വയസ്സ് 25 വയസ്സുള്ള 2 ബ്രദേഴ്സിൻ്റെ ഇടയിൽ ഞാനത് ഏതോ ഒരു റേഷ്യോയിൽ വീതിച്ചു കൊടുത്തു. ഇനി ദേ ഇൻവെസ്റ്റഡ് ദയർ മണി ആയിട്ട് 5% ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തരുന്ന സ്കീമിൽ 5%-ൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തത്? 40 വയസ്സാവുമ്പോൾ 2 പേർക്കും ഈക്വൽ എമൗണ്ട് മണി കിട്ടും. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽഡർ ബ്രദറിൻ്റെ ഷെയർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. അതായത് പൈസയിലേക്ക് നമുക്ക് വരാം. 5% ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. 5% എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രാക്ഷൻ 1/20. അതായത് 20 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 21 രൂപയായിട്ട് എനിക്ക് കിട്ടും. ഒരു യൂണിറ്റ് എക്സ്ട്രാ കൂടും. അപ്പോൾ എമൗണ്ട് ബൈ പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 21/20 എന്ന് ഞാൻ എഴുതും. 20 ആണെങ്കിൽ ഒരു യൂണിറ്റ് ഇൻട്രസ്റ്റ് കയറി 21 യൂണിറ്റായി. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഇടുക. അതിൻ്റെ പവറിൽ നിങ്ങൾ എഴുതേണ്ടത് ഈ തന്നിരിക്കുന്ന ആൾക്കാരുടെ വയസ്സിൻ്റെ ഡിഫറൻസാണ്. അതായത് എത്ര വർഷത്തിലേക്ക്. ഒരു കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരാൾക്ക് 27 വയസ്സ്, ഒരാൾക്ക് 25 വയസ്സ്. ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ അയാൾ കൊടുത്തിട്ടുണ്ടാവുക? ഒബ്വിയസ്ലി 27 വയസ്സായ ആൾക്കായിരിക്കും. എന്തുകൊണ്ടാണ്? 40 വയസ്സാകുമ്പോൾ 2 പേർക്കും തുല്യ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും 27 വയസ്സെന്ന് പറയുമ്പം അയാൾക്ക് മറ്റേ ആളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വർഷമല്ലേ, അത് 2 വർഷം കുറവല്ലേ കിടക്കുന്നത് അല്ലേ. 27 40ലേക്ക് എത്താനാണോ സമയം കൂടുതൽ വേണ്ടത്? 25 40ലേക്ക് എത്താനാണോ സമയം കൂടുതൽ വേണ്ടത്? 25 40ലേക്ക് എത്താനാണ് സമയം കൂടുതൽ. അപ്പോൾ സമയം കുറവുള്ള ആൾക്ക് കുറച്ച് പൈസ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കും. അപ്പോഴല്ലേ അത് തുല്യമായിട്ട് അവസാനമാകുമ്പോൾ വരുവുള്ളൂ, തുല്യ സമയം കൊണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അപ്പോൾ 21/20 എഴുതിയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും വയസ്സിൻ്റെ ഡിഫറൻസ് 2 ആണ്. അത് ഞാൻ പവറാക്കി എഴുതി. അപ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടും? 441/400 എന്ന് കിട്ടും. ഇതായിരിക്കും അവരുടെ പൈസ വീതിച്ചു കൊടുത്തിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എൽഡർ ബ്രദർ ബൈ യങ്ങർ ബ്രദർ, അവരുടെ A/B എന്ന് എടുക്കുകയാണെങ്കിൽ അവരുടെ പൈസ വീതിച്ചു കൊടുത്ത റേഷ്യോയാണ് 441/400. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുന്നതാണല്ലോ ടോട്ടൽ പൈസ. 441 400 കൂടി കൂട്ടിയാൽ 841. ഇത് ടോട്ടൽ പൈസ. അതാണ് ഈ വീതിച്ചു കൊടുത്ത പൈസ 16,820. അതായത് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 20. ഒരു യൂണിറ്റ് 20 ആണെങ്കിൽ വലിയ ആൾക്ക് കിട്ടിയത് എത്രയാ? 441 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ 441 × 20 എന്ന് പറയുമ്പം എത്രയാണെന്ന് ആൻസർ വരും? 8,820. ഓപ്ഷൻ സി 8,820. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം ഓഫ് എത്രയോ ആയിക്കൊള്ളട്ടെ, സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു പൈസ ഞാൻ 4 പേരുടെ ഇടയിൽ വീതിച്ചു കൊടുത്തു. പക്ഷേ ആ വീതിച്ചു കൊടുക്കേണ്ട റേഷ്യോനെക്കാളും ഞാൻ തെറ്റിയിട്ടാണ് വീതിച്ചു കൊടുത്തത്, വേറൊരു റേഷ്യോയിലാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്ത സമയത്ത് ആദ്യം അവർക്ക് കിട്ടേണ്ടിയിരുന്ന പൈസേനേക്കാളും കുറവ് ആർക്കാണ്? ഹു ഗോട്ട് ലെസ് ദാൻ ഹർ ഡ്യൂ. ആദ്യം കിട്ടേണ്ടിയിരുന്ന പൈസയിൽ നിന്നും കുറവ് ആർക്കാണ് കിട്ടിയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ. ABCD 4 പേരുണ്ട്. 4:6:7:3 ഇതാണ് അവരുടെ ശരിക്കും വീതിച്ചു കൊടുക്കേണ്ട പൈസ എന്നുള്ളത് അല്ലേ. 6:7 ഇതാണ് ശരിക്കുള്ളത്. പക്ഷെ അയാൾ തെറ്റിയിട്ട് എങ്ങനെ വീതിച്ചു കൊടുത്തു? 3:5:6:2 എന്നുള്ളതിൽ വീതിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ വീതിച്ചു കൊടുക്കുന്ന പൈസ തുല്യം തന്നെയാണല്ലോ. ആദ്യത്തെ റേഷ്യോയിൽ കൊടുത്താലും രണ്ടാമത്തെ റേഷ്യോയിൽ കൊടുത്താലും
വീതിച്ചു കൊടുക്കണ പൈസ തുല്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ പൈസ ഇവരുടെ യൂണിറ്റ് ഒന്ന് കൂട്ടി നോക്കിക്കേ. 6 4 10, 10 10 20. ഇവിടെ ടോട്ടൽ പൈസ 20 എന്നാണ് കിട്ടണേ. രണ്ടാമത്തെ റേഷ്യോയിൽ കൂട്ടുമ്പോഴോ 5 3 8 6 14 2 16 എന്നാണ് കിട്ടുന്നത്. അതായത് ടോട്ടൽ പൈസ വീതിച്ചു കൊടുത്ത പൈസ ഇവിടെ തുല്യമല്ല. അപ്പോൾ നമുക്ക് ആദ്യം റേഷ്യോനെ തുല്യമാക്കാം. അപ്പോൾ 20ഉം 16ഉം അതിൻ്റെ LCM എടുക്കുമ്പോൾ എത്രയെന്ന് വരും? 4 × 4 16 × 5 80 എന്ന് വരും. അതായത് ഈ റേഷ്യോനെ മൊത്തം ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ റേഷ്യോനെ മൊത്തം ഞാൻ 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് പുതിയ റേഷ്യോ കിട്ടും. പുതിയ റേഷ്യോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയെന്ന് വരും? ABCD എന്തെന്ന് വരും? 4 × 4 16, 6 4 24, 7 4 28, 3 4 12. രണ്ടാമത്തെ റേഷ്യോന് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെന്ന് വരും? 15, 25, 30, 10 എന്ന് വരും. ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഇത് ശരിക്കും കൊടുക്കേണ്ടത് ഇത് തെറ്റി കൊടുത്തത്. ആർക്കാണ് കുറവ് കിട്ടിയത്? 16 കിട്ടേണ്ട ആൾക്ക് 15 കിട്ടിയുള്ളൂ അല്ലേ. എക്കാണ് കുറവ്. ബാക്കി എല്ലാവർക്കും കൂടുതലാണ്. 24 കിട്ടേണ്ടതായിരുന്നു, പക്ഷേ 25 കിട്ടി, കൂടുതലാണ്. 28 കിട്ടേണ്ടതായിരുന്നു, 30 കിട്ടി. 12 കിട്ടേണ്ടതായിരുന്നു, 10 കിട്ടി. ഇവർക്കൊക്കെ കൂടുതലാണ്. എക്ക് മാത്രമാണ് കുറവ് കിട്ടിയത്. കിട്ടേണ്ട പൈസയിൽ നിന്നും കുറവ് റേഷ്യോയിൽ കുറവ് പൈസ കിട്ടിയത്. ഓക്കെ. അടുത്തത് കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇറ്റ്സ് വെരി സിമ്പിൾ. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എയും ബിയും എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് 70K rupees ഈച്ച്. അതിനുശേഷം ഒരു 10 മാസം കഴിഞ്ഞപ്പം എ എന്ത് ചെയ്തു? ഒരു 40,000 കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. അതും കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ബി അയാളുടെ പൈസയിൽ നിന്ന് 20,000 വലിച്ചെടുത്തു, വേണ്ടാന്ന് വെച്ചു. ഇനി അതും 2 മാസം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഒരാൾ എന്ത് ചെയ്തു? 40,000 രൂപ കൊണ്ടുവന്നിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാളും ജോയിൻ ചെയ്തു. അതിൽ 2 വർഷത്തേക്കാണ് നമ്മൾ ഈ ഇത് നടത്തുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി 2 years സിക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് 7,500. അങ്ങനെയാണെങ്കിൽ എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ റേഷ്യോ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ? നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എപ്പോഴും നമ്മൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഇൻറ്റു എത്ര സമയത്തിലേക്കാണ് അല്ലേ. മണി ഇൻറ്റു അത് എത്ര ടൈമിലേക്ക് കിടന്നു, അതാണ് നമ്മുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ എ ബി ആൻഡ് സി. ഓക്കെ. എൻ്റെ ബി സ്റ്റാർട്ടഡ് ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് 70K ഈച്ച്. അപ്പോൾ ഇതെന്തായാലും 0 ഒക്കെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഞാൻ 7 എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ, 70,000 ഒന്നും എഴുതുന്നില്ല. 7 എന്ന് എടുക്കുന്നു. 2 പേര് 7 യൂണിറ്റ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു. ഇനി 10 മാസത്തിന് ശേഷം എന്ത് ചെയ്തു? അയാൾ 40,000 കൂടുതലിട്ടു. അപ്പം ഈ 7 യൂണിറ്റ് 10 മാസം കടന്നു, പ്ലസ് ബാക്കി എന്ത് ചെയ്തു? 4 കൂട്ടി എന്ന് പറഞ്ഞാൽ 11 യൂണിറ്റായി. അത് എത്ര മാസം കടന്നിട്ടുണ്ടാവും? ടോട്ടൽ 2 വർഷത്തിൽ ബാക്കി 14 മാസം കൂടെ കടന്നിട്ടുണ്ടാവും. അപ്പോഴല്ലേ 10ഉം 14ഉം 24 മാസം 2 വർഷം ആവുന്നത്. അപ്പോൾ ഇതാണ് എയുടെ കണക്ക്. ബിയുടെ കണക്ക് എന്താ? അയാൾ 7 രൂപ ഇട്ടു എത്ര മാസത്തിലേക്ക്? ആഫ്റ്റർ 2 more months, അതായത് 10 മാസം കഴിഞ്ഞ് 12 മാസം വരെ ഈ പൈസ കിടന്നു. 12 മാസം കഴിഞ്ഞപ്പം ആ 7ൽ നിന്ന് 2 അയാൾ വലിച്ചു. അപ്പോൾ ബാക്കി 5 യൂണിറ്റ് ആയിരിക്കും ബാക്കി 12 മാസം കിടന്നിട്ടുണ്ടാവുക. സിയുടെ കഥ എന്താ? ഈ 12 മാസം കഴിഞ്ഞ് പിന്നെയും 2 മാസം കഴിഞ്ഞപ്പം, അതായത് 14 മാസമായപ്പോൾ സി വന്നു. സിയുടെ കയ്യിൽ 4 രൂപ ഉണ്ടായിരുന്നു അല്ലേ. 14 മാസം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി എത്ര മാസം ഉള്ളൂ? 10 മാസം കൂടെ ഉള്ളൂ. 24 മാസമല്ലേ, 24 months അല്ലേ 2 years എന്ന് പറയുന്നത്. അപ്പോൾ 14 മാസം ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇതായിരിക്കും അവരുടെ റേഷ്യോ. അതായത് 70 + 154 എന്ന് പറയുമ്പം 224 എന്ന് വരും എയുടെ റേഷ്യോ. ബിയുടെയോ 84 + 60 എന്ന് വരും. ബിയുടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബിയുടെ എഴുതണ്ട, നമുക്ക് എയും സിയും മതി. ഇത് എത്ര എന്ന് വരും? ഇത് 40 എന്ന് വരും. ഈ റേഷ്യോയിലായിരിക്കും അവർ പൈസ വിധിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന റിയൽ വാല്യൂ എന്ന് പറയുന്നത് സിയുടെ പ്രോഫിറ്റാണ്. സിയുടെ പ്രോഫിറ്റ് എത്രയാണ്? 40 യൂണിറ്റ്. അപ്പോൾ ഈ 40 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 7,500. അങ്ങനെയാണെങ്കിൽ എയുടെ പ്രോഫിറ്റ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 7,500 ഡിവൈഡഡ് ബൈ 40 ആയിരിക്കും ഒരു യൂണിറ്റ്, ഇൻറ്റു 224 ചെയ്താൽ നിങ്ങളുടെ ആൻസർ ആയി. 4 വെച്ച് ക്യാൻസൽ ചെയ്യാലോ, 56 എന്ന് വരും. 56 × 7,500 അത് നിങ്ങൾ ചെയ്യേണ്ട തന്നെ വരും. 42,000 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ. അടുത്തത് നമ്മുടെ 9ാമത്തെ ഈ ഒരു ക്വസ്റ്റ്യനാണ് കുറച്ച് കാൽക്കുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ആവറേജ് മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി 18,600 രൂപയാണ്. അതായത് ഒരു വർഷത്തിലേക്കുള്ള കണക്കാണ് നമ്മൾ പറയുന്നത്. ഒരു വർഷത്തിൽ ആദ്യത്തെ 3 മാസം അയാളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ആവറേജ് ആണ് കേട്ടോ, ടോട്ടൽ അല്ല. ആവറേജ് 18,600 രൂപയാണ്.
അത് കഴിഞ്ഞിട്ടോ അടുത്ത 4 മാസം അത് 21,750 രൂപയാണ്. 4 3 7 മാസം കഴിഞ്ഞു. ഇനി അടുത്ത 5 മാസമോ അടുത്ത 5 മാസം അത് 22,840 ഇത് ഇയാളുടെ എക്സ്പെൻഡിച്ചറാണ്, ആവറേജ് എക്സ്പെൻഡിച്ചർ. ടോട്ടൽ സേവിങ് ഡ്യൂറിങ് ദ ഇയർ, ആ 12 മാസത്തേക്കുള്ള അയാളുടെ ടോട്ടൽ സേവിങ്സ് ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് മന്ത്ലി ഇൻകം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ആദ്യം നമ്മൾ ഈ മാസങ്ങളിൽ ഒരു വർഷത്തിലേക്ക് അയാൾക്ക് ടോട്ടൽ എത്ര ചിലവായി എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ആവറേജ് ആണ് തന്നിരിക്കണേ. ആവറേജിന് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? 18,600 ഇൻറ്റു 3 എന്ന് പറയുമ്പം 55,800. അത് നിങ്ങൾ ചെയ്യുന്നേ വേണം. അടുത്ത മാസം 21,750 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 87,000 എന്ന് വരും. നെക്സ്റ്റ് 22,840 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1,14,200 എന്ന് വരും. 14,200. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് അയാളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. 8 2 10 16 17 ഒരു 0 ഞാൻ എക്സ്ട്രാ ഇട്ടു. ഓക്കെ 7 5 2 എന്ന് വരും. ഇതെന്താ? ഇത് ഇയാളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്. ഈ എക്സ്പെൻഡിച്ചറിനോട് കൂടെ അയാളുടെ സേവിങ്സും കൂടെ കൂട്ടിയാലേ ഇൻകം ആവുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം ഒരു വർഷത്തിലേക്കുള്ള അയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഈ 2,57,000 രൂപ പ്ലസ് 1,43,020 രൂപ. അപ്പോൾ 0 2 0 10 9 1 10 2 1 3 1 4 ഇതാണ് അയാളുടെ ടോട്ടൽ ഇൻകം, ഒരു വർഷത്തിലെ ടോട്ടൽ ഇൻകം. നമ്മളോട് വെച്ചാൽ ടോട്ടൽ ഇൻകം അല്ല, നമ്മളോട് ആവറേജ് മന്ത്ലി ഇൻകം ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു വർഷത്തിലേക്കുള്ള വരുമാനം കിട്ടി അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് ആയില്ലേ? 12 മാസമാണല്ലോ ഒരു വർഷം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 3 3 3 എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ? 3 3 3 5. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യനാണ്. നമ്മുടെ റേസിലൊരു ക്വസ്റ്റ്യനാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് റേസിലല്ല നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിലൊരു ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിച്ചിരിക്കുക. ബി സ്റ്റാർട്ട്സ് 4.5 minutes ആഫ്റ്റർ എ ഫ്രം ദ സെയിം പോയിന്റ് ഫോർ എ പ്ലേസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3.5 miles ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എ ഓൺ റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ ടേൺസ് ബാക്ക് ആൻഡ് walk a mile where he meets B. If A's speed is a mile in 6 minutes, then B's speed is a mile in എത്ര മിനിറ്റ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് വിചാരിക്കണോ? സംഭവത്തിലുള്ളൂ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യാണ് എയിൽ നിന്ന്, അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് പോവുക. 3.5 miles ആണ് അതിൻ്റെ ടോട്ടൽ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ബി എന്ത് ചെയ്യുന്നത്? എ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 4.5 minute കഴിഞ്ഞിട്ടാണ് ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോയി എ അവിടെ എത്തി തിരിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ 1 മൈല് നടന്നതിന് ശേഷമാണ് എയും ബിയും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എയുടെ സ്പീഡ് തന്നിട്ടുണ്ട്, ബിയുടെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഏകദേശം പറയാം. എങ്ങനെ പറയാം? ഇതാണ് അവരുടെ ടോട്ടൽ ദൂരം എന്ന് വിചാരിച്ചോ. ഇത് ടോട്ടൽ എത്രയാണ്? 3.5 miles ആണ്. അപ്പം ആദ്യത്തെ 4.5 മിനിറ്റ് ബി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ബി സ്റ്റാർട്ട് 4.5 minutes ആഫ്റ്റർ എ, അതായത് എ ആണ് ആദ്യത്തെ 4.5 minute സഞ്ചരിക്കുന്നുള്ളൂ. അപ്പം ആദ്യത്തെ ഇത് നോക്കിക്കേ, എയുടെ സ്പീഡ് അവർ തന്നു വെച്ചിട്ടുണ്ട്. എയുടെ സ്പീഡ് എങ്ങനെ വന്നിരിക്കുന്നത്? 6 minute 1 മൈല് സഞ്ചരിക്കും. 6 minute 1 മൈല് സഞ്ചരിക്കാൻ 6 minute വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4.5 minute എ എത്ര ദൂരം സഞ്ചരിച്ചു നിങ്ങൾ എങ്ങനെ കിട്ടും? എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? നോക്കിക്കേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 4.5 6 divided by 4.5 എന്ന് വരും. അതായത് മനസ്സിലായല്ലോ അല്ലേ? എയുടെ സ്പീഡ് വന്നിട്ടുണ്ട്. 1 മൈല് സഞ്ചരിക്കാൻ 6 minute വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് 4.5 minute കൊണ്ട് എത്ര മൈല് എക്സ് മൈല് സഞ്ചരിച്ചു എന്ന് എടുക്കുവാണെങ്കിൽ ഇതെങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര എന്ന് വരും? 4.5 is equal to 6x എന്ന് വരും. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? എക്സിൻ്റെ വാല്യൂ is equal to 4.5 divided by 6 എന്ന് വരും. അതായത് 0.75 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 4.5 minute കൊണ്ട് എ സഞ്ചരിച്ചത് 0.75 മൈലാണ്. അപ്പോൾ ഈ 3.5 ആദ്യത്തെ 0.75 ഓൾറെഡി ആര് കവർ ചെയ്തു? എ കവർ ചെയ്തിട്ട് എ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ഇനി എക്ക് എത്രയും കൂടി കവർ ചെയ്താൽ മതി? 3.5 നിന്ന് 0.75 പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു 2.75 കൂടെ എക്ക് കവർ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അത്രയും സഞ്ചരിച്ച് നിൽക്കുമ്പോഴാണ് ബി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. ബി ഇവിടെ നിന്ന് തുടങ്ങാൻ പോവുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും ബിയുടെയും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ, കവർ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയാണ് ഞാൻ എഴുതാൻ പോണേ. ശ്രദ്ധിച്ചിരിക്കണം. എ ഈസ് ടു ബിയുടെ
ഇനിയിപ്പോൾ ഒരേ സമയം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എ ഇവിടെ നിൽക്കുന്നത്, ബി ഇവിടെ നിൽക്കുന്നത്. എ എന്ത് ചെയ്തു, ആദ്യം 2 എ ഇവിടെ നിന്ന് അവിടം വരെ എത്തി, അതായത് 2.75 മൊത്തം എ 2.75 സഞ്ചരിച്ച് കഴിഞ്ഞു. എന്നിട്ട് തിരിച്ച് നടക്കാൻ തുടങ്ങി. തിരിച്ച് നടന്ന് 1 മൈൽ നടന്നു. തിരിച്ച് 1 മൈൽ നടന്നപ്പോഴാണ് ആരെ കാണുന്നത്, ബീനെ കാണുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ വെച്ചിട്ടായിരിക്കും ബീനെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ, ബിയും എയും കൂടെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 2.75 + 1 എന്ന് പറയുമ്പം എ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും, 3.75 ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് ഞാൻ എഴുതണേ. അങ്ങനെയാണെങ്കിൽ ബി എത്ര ദൂരം സഞ്ചരിച്ചു, ബി നോക്ക്, ബി ആകെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വരെ സഞ്ചരിച്ചിട്ടുള്ളൂ, അതായത് 1 മൈൽ കുറവ് അല്ലേ. 1 മൈൽ ഇങ്ങോട്ട് തിരിച്ച് നടന്നപ്പോൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എത്ര, 3.5 1 മൈൽ കുറച്ചാൽ ടോട്ടൽ 3.5, ഇത് മൊത്തം. ബി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് 3.5, അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 2.5 മൈലാണ് ബി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെസിമൽ മാറ്റിയിട്ട് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എഴുതുമ്പം എത്ര എന്ന് വരും, A/Bയുടെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ 3:2 എന്ന് വരും. ഡിസ്റ്റൻസ് 3:2 ആണെങ്കിൽ ടൈം നമുക്കറിയാം അതിൻ്റെ റെസിപ്രോക്കൽ 2:3 ആയിരിക്കും. ഓക്കെ ആണല്ലോ, 2:3 ആയിരിക്കും. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാം. ടൈമിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എയുടെ സ്പീഡ് അവർ പറയുന്നുണ്ട് 1 മൈൽ സഞ്ചരിക്കാൻ 6 മിനിറ്റ് വേണം. അതായത് 2 യൂണിറ്റാണ് എയുടെ സമയത്തിന് കാണിക്കുന്നത്, അത് 6 മിനിറ്റ്. 2 യൂണിറ്റ് 6 മിനിറ്റ് ആണെങ്കിൽ അതേ 1 മൈൽ സഞ്ചരിക്കാൻ ബിക്ക് എടുക്കുന്നത് 3 യൂണിറ്റ് ആയിരിക്കും. 3 യൂണിറ്റ് എത്ര യൂണിറ്റ് ആയിരിക്കും, 3 യൂണിറ്റ് 9 മിനിറ്റ് ആയിരിക്കും അല്ലേ. 1 യൂണിറ്റ് 3 ആണെങ്കിൽ 3 യൂണിറ്റ് 9 മിനിറ്റ് ആയിരിക്കും. സമയത്തിൻ്റെ റേഷ്യോ എടുത്തു. സമയം ഇവിടെ പറയുന്നുണ്ട് 1 മൈൽ സഞ്ചരിക്കാൻ എക്ക് 6 മിനിറ്റ്, അതായത് 2 യൂണിറ്റ് ആണ് 6 മിനിറ്റ് എങ്കിൽ 1 യൂണിറ്റ് 3 മിനിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബിക്ക് എടുക്കുന്ന സമയം 3 യൂണിറ്റ് ആണ്. 3 × 3 9 മിനിറ്റ്. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1/3 ഓഫ് ദ ജേർണി, 1/4 ഓഫ് ദ ജേർണി. അപ്പം 3 × 4 12 ആണ് എൻ്റെ ടോട്ടൽ ദൂരം എന്ന് ഞാൻ എടുക്കുന്നു. ഒരു ജേർണിയുടെ ടോട്ടൽ ദൂരം 12 യൂണിറ്റ് ആണെന്ന് ഞാൻ എടുക്കുന്നു, സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ടിട്ട് എൻഡിങ് പോയിന്റ് വരെ. ഇനി 1/3 സഞ്ചരിച്ചത് 40 km/h. 1/3 സഞ്ചരിക്കാൻ 40 km/h എടുത്തു എന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന സമയം എത്രയാണ്, 12ൻ്റെ 1/3 എത്രയാണ്, 4 അല്ലേ. അപ്പോൾ ഈ 4 യൂണിറ്റ് ദൂരം സഞ്ചരിക്കാൻ എടുത്ത സ്പീഡ് എത്രയാണ്, 40 km/h. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്ത് എനിക്ക് ടൈം കിട്ടും. പ്ലസ് അടുത്തത് എന്താ, 1/4 സഞ്ചരിക്കാൻ 12ൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ് 35 km/h സ്പീഡിൽ സഞ്ചരിച്ചു. അപ്പോൾ ഇത്രയും സമയം കൂടെ എക്സ്ട്രാ എടുത്തു. അടുത്തത് ബാക്കിയുള്ളതെന്ന് പറയുമ്പം 4 × 3 7 കഴിഞ്ഞു. 12ൽ നിന്ന് 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 യൂണിറ്റ്. ബാക്കിയുള്ള 5 യൂണിറ്റ് സഞ്ചരിക്കാൻ 45 km/h എടുത്തു. ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അതായത് ഈ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ അയാൾ എടുത്ത ടോട്ടൽ സമയമാണ് ഞാൻ എഴുതി വെച്ചേക്കണേ. 4 യൂണിറ്റ് സഞ്ചരിക്കാൻ വേണ്ടി 40 സ്പീഡ് എടുത്തു, അപ്പോൾ ഇത്രയും സമയം എടുത്തു. അടുത്ത 3 യൂണിറ്റ് സഞ്ചരിക്കാൻ 35 സ്പീഡിൽ ഇത്രയും സമയം എടുത്തു. ബാക്കിയുള്ള 5 യൂണിറ്റ് സഞ്ചരിക്കാൻ 45 സ്പീഡിൽ ഇത്രയും സമയം എടുത്തു. അപ്പോൾ ഈ ടൈം എനിക്ക് കിട്ടി, ടോട്ടൽ ഡിസ്റ്റൻസും എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കണ്ടുപിടിച്ചൂടെ. ആവറേജ് സ്പീഡ് = എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് എത്രയാ, 12 യൂണിറ്റ് ആണ്, ഡിവൈഡഡ് ബൈ സമയം ഈ എഴുതിയിരിക്കുന്ന ഫ്രാക്ഷൻസ് ആണ്. 4/40 + 3/35 + 5/45. അതിന് ക്യാൻസൽ ചെയ്യുമ്പം 4/40 1/10 എന്ന് എഴുതാൻ പറ്റും. 3/35 അങ്ങനെ തന്നെ ഞാൻ എഴുതി. പ്ലസ് 1/9 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിനെ നിങ്ങൾ LCM എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ. LCM എടുക്കുക, LCM എടുത്തിട്ട് മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആൻസർ നിങ്ങൾക്ക് എത്രയെന്ന് വരണം, 7560 ഡിവൈഡഡ് ബൈ 187. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അടുത്തതെന്ന് പറയുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ട്രിക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ എപ്പോഴും ഇങ്ങനെ പറയും, 2 ട്രെയിനുകളുണ്ട്, അവർ അതായത് ഒരു ട്രെയിൻ X നിന്ന് Yയിലേക്ക് പോകുന്നു, മറ്റേ ട്രെയിൻ Y നിന്ന് Xയിലേക്ക് വരുന്നു. അപ്പോൾ ഒരാൾ ഇങ്ങടാണെങ്കിൽ മറ്റേ ആൾ ഇങ്ങടാ. ഓക്കെ, ഇത് ട്രെയിൻ A, ഇത് ട്രെയിൻ B. അപ്പോൾ മീറ്റ് ചെയ്യുമല്ലോ ഒരു പോയിന്റിൽ. മീറ്റ് ചെയ്തതിന് ശേഷം ഈ ട്രെയിന് ഇവിടേക്ക് എത്താൻ പോയ സമയം തരും, മറ്റേ ട്രെയിന് ഇവിടേക്ക് എത്താനുള്ള സമയവും നമുക്ക് തരും. സമയം തന്നിട്ട് അവരുടെ സ്പീഡ് ചോദിക്കും, സ്പീഡിൻ്റെ റേഷ്യോ ചോദിക്കും, അല്ലെങ്കിൽ സ്പീഡ് തന്നിട്ട് ടൈമിൻ്റെ റേഷ്യോയും ചോദിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ ആ ഫോർമാറ്റ് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്.
ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്പീഡ് S1/S2 എപ്പോഴും എങ്ങനെയായിരിക്കും? ഈക്വൽ ടു റൂട്ട് ഓഫ് T2/T1. റൂട്ട് ഓഫ് T2/T1ൻ്റെ റേഷ്യോയിലായിരിക്കും. ഇത് നിങ്ങൾ കാണാതെ ഈ ഫോർമുല പഠിച്ചു വെക്കണം. ഇത് ആദ്യത്തെ ട്രെയിൻ 1 എന്ന് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ട്രെയിനിൻ്റെയാണ്. അപ്പോൾ നോക്കിയൊക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് S1/S2 ചെയ്യുമ്പോൾ ആദ്യത്തെ ബൈ രണ്ടാമത്തെ ചെയ്യുമ്പം റേഷ്യോയിൽ എപ്പോഴും രണ്ടാമത്തേൻ്റെ സമയം ബൈ ആദ്യത്തേൻ്റെ സമയമാണ് എടുക്കേണ്ടത്. അത് തെറ്റിപ്പോകരുത്. അപ്പോൾ നമുക്ക് പറയുന്നുണ്ട് എ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 45. എയുടെ സ്പീഡ് 45 ആണെന്നറിയാം. ബിയുടെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T2 എന്താ? രണ്ടാമത്തെ ട്രെയിൻ അവിടെ എത്താൻ വേണ്ടി എടുത്ത സമയമാണ് നമ്മൾ അവിടെ T2 ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ അതെത്രയാ? ഈ ട്രെയിനിൻ്റെ സമയം ഇവർ ഇങ്ങനെ മണിക്കൂറും മിനിറ്റും ആയിട്ട് വന്നിരിക്കുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 4 മണിക്കൂറും 48 മിനിറ്റും എന്ന് പറയുമ്പം 12 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 4/5, അതായത് 24/5 എന്ന് കിട്ടി ആദ്യത്തെ ട്രെയിനിൻ്റെ സമയം. രണ്ടാമത്തേത് 3 മണിക്കൂറും 20 മിനിറ്റും എന്ന് പറയുമ്പം അല്ലേ 1/3 10/3 എന്ന് എനിക്ക് കിട്ടി. 10/3 ജസ്റ്റ് ഫ്രാക്ഷനാക്കി ഞാൻ മാറ്റി. അപ്പം ആദ്യത്തെ ട്രെയിൻ ആദ്യത്തെ ട്രെയിൻ എടുക്കുന്ന സമയമാണ് ഇത്. രണ്ടാമത്തെ ട്രെയിൻ എടുക്കണമെന്നാണ് ഞാൻ ആദ്യം എഴുതേണ്ടത്. അതായത് 10/3 ഡിവൈഡഡ് ബൈ 24/5. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ 24/5 എനിക്ക് എന്ത് ചെയ്യാം? മുകളിൽ കൊണ്ടുപോകാം. അപ്പം എന്തെന്ന് വരും? ഇൻറ്റു 5/24 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി 2 വെച്ച് ക്യാൻസൽ ചെയ്യുക. 5 12. അപ്പം എന്തെന്ന് വരും? റൂട്ട് ഓഫ് 5 × 5 25, അടിയിൽ 36 എന്ന് വരും. റൂട്ടിന് പുറത്തേക്ക് എടുക്കുമ്പോൾ 5/6 എന്ന് കിട്ടും. റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. അതായത് 45/B is equal to 5/6 എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിയുടെ വാല്യൂ എത്രയായിരിക്കും? ഇത് 9 ക്യാൻസലായി പോകും അല്ലേ? B is equal to 9 × 6 54. 54 km/h ആയിരിക്കും ബിയുടെ സ്പീഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. ഒരു നമ്മുടെ ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ ബോട്ട് കവേഴ്സ് എ റൗണ്ട് ട്രിപ്പ് ജേർണി ബിറ്റ്വീൻ 2 points A and B in a river in T hours. If its speed in still water becomes 2 times, it would take 80/161 T hours for the same journey. Find the ratio of its speed in still water to the speed of the river. സംഭവത്രേ ഉള്ളൂ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ ടു ദി സ്പീഡ് ഓഫ് ദ റിവർ. B/S അല്ലെങ്കിൽ B/Sൻ്റെ റേഷ്യോയാണ് ചോദിക്കണത്. അപ്പം എയും ബിയും തമ്മിൽ റൗണ്ട് ട്രിപ്പ് എടുക്കുന്നത് എയിന്ന് ബിയിലേക്ക് പോവും, ബിന്ന് എയിലേക്ക് തന്നെ വരും. അപ്പോൾ ആദ്യത്തെ രീതിയിൽ അതിൽ പോകാൻ വേണ്ടി എടുത്ത സമയമാണ് T. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങോട്ട് പോകുമ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡിലായിരിക്കും പോകുന്നത്. ഡൗൺ സ്ട്രീം സ്പീഡ് B+S ആയിരിക്കും അല്ലേ? ബോട്ടും സ്ട്രീമും സ്പീഡ് ബിയും എസ് ആക്കി എടുക്കുവാണെങ്കിൽ ഡൗൺ സ്ട്രീം B+S ആയിരിക്കും. തിരിച്ചു വരുമ്പോൾ അപ് സ്ട്രീമിലായിരിക്കും വരുന്നത്. ഇങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വരുമ്പോൾ ഓപ്പോസിറ്റായി. അപ്പോൾ ഏത് സ്പീഡിലാണ് വരുന്നത്? B-S സ്പീഡിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തിൽ എടുക്കുന്ന സമയം എങ്ങനെ ഞാൻ എഴുതും? ടോട്ടൽ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ടോട്ടൽ സമയം എങ്ങനെ എഴുതും? സമയം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ എയിന്ന് ബിയിലേക്ക് ആദ്യം പോകാൻ വേണ്ടി D ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. അതിനെടുത്ത സ്പീഡ് B+S ആയിരിക്കും ഡൗൺ സ്ട്രീമിൽ. ഇതായിരിക്കും അങ്ങോട്ട് പോകാനെടുത്ത സമയം. പ്ലസ് ഇങ്ങോട്ട് വരാനോ? ഇങ്ങോട്ട് വരുമ്പോഴും അതേ ദൂരം സഞ്ചരിച്ചു. B-S സ്പീഡിലാണ് സഞ്ചരിച്ചത്. ഇതിനെടുത്ത ടോട്ടൽ സമയമാണ് ക്യാപിറ്റൽ T എന്ന് പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ T എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ DB -DS +DS ക്യാൻസലായി പോവും. DB 2 തവണ വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. 2DB ഡിവൈഡഡ് ബൈ അടിഭാഗത്ത് എന്താ? B+S × B-S എന്ന് പറയുമ്പോൾ B² - S² എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ T. ഇത് ഞാൻ അവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കണ്ടീഷൻസിലേക്ക് വരാം. അടുത്ത കണ്ടീഷനിൽ എന്താ ചെയ്യുന്നത്? ഇഫ് ഇറ്റ്സ് സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ ബിക്കംസ് 2 times, അതായത് ബോട്ടിൻ്റെ സ്പീഡ് ഞാൻ 2 ആക്കി കൂട്ടി. അതായത് B ഉണ്ടായിരുന്നതിന് ഞാൻ 2B ആക്കി മാറ്റി. അപ്പം എടുക്കുന്ന സമയമാണ് ഈ തന്നിരിക്കുന്ന സമയം. അപ്പോൾ അപ്പം എടുക്കുന്നത് ഇതുപോലെ നമുക്ക് റേഷ്യോ എഴുതാലോ. അതായത് എയിന്ന് ബിയിലേക്ക് പോകാൻ ക്യാപിറ്റൽ D ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഏത് സ്പീഡിൽ? B+S തന്നെയാണ്, പക്ഷേ ബീനെ ഞാൻ 2B ആക്കി അല്ലേ? അപ്പോൾ 2B+S സ്പീഡിൽ പോയിട്ടുണ്ടാവും. തിരിച്ചു വരുമ്പോഴോ അതേ ദൂരം 2B - S സഞ്ചരിച്ചിട്ടുണ്ടാവും. ഇതിനെടുത്ത സമയമാണ് 80/161 T എന്ന് പറയുന്നത്. ഓക്കെ, അഗൈൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ ക്യാൻസൽ ആവുന്നത്? DS -DS +DS ക്യാൻസൽ ആവും. 2DB 2 തവണ വരും. അതായത് 4DB എന്ന് വരും മുകളിൽ. 4DB
4dB ഡിവൈഡഡ് ബൈ അടിഭാഗത്ത് എന്താ a² - b² തന്നെയാണ്. അതായത് 4b² - s² എന്ന് വരും. ഇതിൻ്റെ വാല്യൂ ആണ് എന്ത് 80t ഡിവൈഡഡ് ബൈ 161 എന്ന് പറയുന്നത്. 161 t ഇല്ല 161 എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യാൻ സമയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യന് നമ്മൾ കുറച്ച് സമയം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതെന്ത് ചെയ്യുക, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, റേഷ്യോ എടുക്കണം. റേഷ്യോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടിയല്ലോ, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മാച്ചിട്ട് മറ്റേ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടീം ടി ഒക്കെ ക്യാൻസലാക്കി പോവും. എന്നിട്ട് നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. നോക്കാം നമുക്ക്. അപ്പം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യുക. ആദ്യത്തേനെ രണ്ടാമത്തേനെ ആദ്യത്തെയോ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് 2dB ഡിവൈഡഡ് ബൈ b² - s² ആണ്. ഇതിന് ഞാൻ ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 4dB താഴത്ത് വരും, മുകളിൽ എന്ത് വരും 4b² - s² എന്ന് വരും. ഈക്വൽ ടു t അവിടെ തന്നെ ഉണ്ടാവും ഡിവൈഡഡ് ബൈ ഈ 80/161. 80/161 മുകളിൽ പോയി ഇൻറ്റു ടി, അതായത് ടീം ക്യാൻസലായി പോവുമല്ലോ, ടീം ക്യാൻസലായി പോകും. ഇനി നെക്സ്റ്റ് എന്തൊക്കെ ക്യാൻസലാകും, dB ക്യാൻസലായി, 2 തവണ എന്ന് കിട്ടി. അതായത് എങ്ങനെ എഴുതാം എനിക്ക് 4b² - s² ഡിവൈഡഡ് ബൈ ഈ 2നെ ഇത് വെച്ചിട്ട് ക്യാൻസൽ ചെയ്തുകൂടെ 40 എന്ന് ചെയ്യാൻ പറ്റും അല്ലേ. 4b² - s² ബൈ അടിഭാഗത്തൊരു b² - s² ആണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി നമുക്ക് 161/40 എന്ന് കിട്ടി. 161/40. ഇനി ഇതിനെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 4 160b² മൈനസ് 40 s² ഈക്വൽ ടു 161b² മൈനസ് 161 s². ഇതിന് ക്യാൻസൽ ചെയ്യുമ്പോൾ 161b എന്ന് പറയുമ്പോൾ b² എന്നായി, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയെന്ന് വരും 121 s² എന്ന് വരും അല്ലേ. അതായത് റൂട്ട് എടുക്കുമ്പം എല്ലാവിടെയും റൂട്ട് എടുക്കുമ്പം b = 11s എന്നാവും. അതായത് b/s ഇസ് ഈക്വൽ ടു 11:1. 11:1 നമ്മുടെ ആൻസർ, ഓപ്ഷൻ എ. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുണ്ട്, ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ നമ്മളിത് ചെയ്തെടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റേസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇൻ എ 200 meter walk race, Zakia walks at an average speed of 5 km/h. She gives the start of 20 meter to Veena and still beats her by 18 seconds. What is the average speed of Veena? വീണയുടെ സ്പീഡ് കണ്ടുപിടിക്കണം. അതായത് സക്കിയ ഒരു 200 മീറ്റർ റേസാണ്, ഒരു 200 മീറ്ററിൻ്റെ റേസാണ്. അപ്പം അതിൽ സക്കിയയുടെ സ്പീഡ് നമുക്കറിയാം 5 km/h. സക്കിയ എന്ത് ചെയ്തു, വീണയ്ക്ക് ഒരു 20 മീറ്റർ സ്റ്റാർട്ട് കൊടുക്കുന്നു. വീണ ഒരു 20 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം മാത്രമേ സക്കിയ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വീണയ്ക്ക് ഇനി 180 കൂടി സഞ്ചരിച്ചാൽ മതി. ഓക്കെ, ആൻഡ് സ്റ്റിൽ ബീറ്റ്സ് ഹെർ ബൈ 18 seconds. പക്ഷെ അങ്ങനെ ചെയ്തിട്ടും എന്താ 18 സെക്കൻഡ് കൊണ്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ മറ്റേ ആൾ 18 സെക്കൻഡ് അതിനേക്കാളും കൂടുതൽ സമയം എടുത്തു. അപ്പം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയേ ഉള്ളൂ സംഭവം. സക്കിയയുടെ സ്പീഡ് എത്രയാ 5 km/h. അപ്പോൾ നമുക്ക് അതിന് സമയം കണ്ടുപിടിക്കാം. എന്ന് പറയുമ്പം സക്കിയ വീണയ്ക്കാണ് സ്റ്റാർട്ട് കൊടുത്തത്. സക്കിയ 200 മീറ്റർ മൊത്തവും സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. വീണയാണ് 20 മീറ്റർ കുറഞ്ഞ് 150 സഞ്ചരിക്കുന്നുള്ളൂ. സക്കിയ 200 മീറ്ററും സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ സക്കിയ 200 മീറ്ററും സഞ്ചരിക്കാൻ സമയം എത്ര എടുത്തു നോക്കാം. 200 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സ്പീഡ് എത്രയാ 5 km/h ആണ്. അപ്പോൾ 5 × 5/18 ഞാൻ ചെയ്യുന്നു അല്ലേ, km/h മാറ്റി. അപ്പോൾ എത്ര സെക്കൻഡ് എത്രയെന്ന് വരും, 25 8 എന്ന് വരും, 144 സെക്കൻഡ് എന്ന് കിട്ടി. സക്കിയ 200 മീറ്ററും സഞ്ചരിക്കാൻ 144 സെക്കൻഡ് എടുത്തു. ആ 144 സെക്കൻഡ് എടുത്ത് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ സ്റ്റിൽ വീണേനെ 18 സെക്കൻഡിൽ തോപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ എടുത്ത 144 സെക്കൻഡിനേക്കാൾ 18 സെക്കൻഡ് കൂടുതലായിരിക്കില്ലേ വീണ എടുത്തിട്ടുണ്ടാവുക. മനസ്സിലായോ? സക്കിയ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടേക്ക് എത്താൻ 144 സെക്കൻഡ് എടുത്തു. അങ്ങനെ ജയിച്ചപ്പോഴും വീണ 18 സെക്കൻഡ് പുറകിലാണ്. അതായത് 18 സെക്കൻഡും കൂടെ എക്സ്ട്രാ വീണ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ എടുത്ത ടോട്ടൽ സമയം എത്രയാ, സക്കിയ എടുത്ത സമയത്തിനേക്കാൾ 18 കൂടുതൽ. അതായത് എത്രയാത് 162 എന്ന് വരും അല്ലേ.
162 സെക്കൻഡാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, വീണയുടെ സ്പീഡ് എന്ത്? വീണയുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസും വേണം, സമയവും വേണം. വീണ എത്ര ഡിസ്റ്റൻസാണ് സഞ്ചരിച്ചത്? 180 സഞ്ചരിച്ചിട്ടുള്ളൂ. കാരണം 20 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് ഓൾറെഡി കൊടുത്തു അല്ലേ? അപ്പോൾ വീണയുടെ സ്പീഡ് എഴുതുമ്പം 180 മീറ്ററാണ് സഞ്ചരിച്ച ദൂരം. അതിനെടുത്ത സമയം 162 സെക്കൻഡാണ്. ഇതല്ലേ അപ്പോൾ വീണയുടെ സ്പീഡ് എന്ന് പറയുന്നത്? അതെ. ഇത് എങ്ങനെ കിട്ടുക? ഇത് മീറ്ററും ഇത് സെക്കൻഡും, മീറ്റർ പെർ സെക്കൻഡാണ്. നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻറ്റു 18/5 ഞാൻ ചെയ്യുന്നു. ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി അല്ലേ? 5 വെച്ച് ക്യാൻസൽ ചെയ്യാം, 18 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. 9 9 ഇത് 20, 20/5 4 കിലോമീറ്റർ പെർ അവർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിൾ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ എ മിക്സ്ചർ ഈസ് 3:8. We added X liter of milk to the mixture, then the ratio becomes 5:4, and we added 18 liter water to the mixture, then the ratio becomes 4:5. Find the value of X. അതായത് ഒരു മിക്സ്ചറിൽ മിൽക്ക് ഈസ് ടു വാട്ടറിൻ്റെ റേഷ്യോ എന്താണ്? 3:8 ആണ്. അതിലേക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്തു? +X ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു. മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റേഷ്യോ 5:4 ആയിട്ട് മാറി. അതിനുശേഷം ഞാൻ 18 ലിറ്റർ വെള്ളം ആഡ് ചെയ്തു, വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ റേഷ്യോ 4:5 ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റേഷ്യോ നമ്മളിവിടെ ഈക്വൽ ആക്കാം അല്ലേ? റേഷ്യോ ഈക്വൽ ആക്കാം എന്ന് പറയുമ്പോൾ താഴത്തിൽ നിന്ന് നമുക്ക് വരാം. ഇവിടെ വാട്ടറാണ് 18 ആഡ് ചെയ്തത്. മിൽക്കിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മിൽക്കിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കണം. ഇവിടെ മിൽക്ക് 5 ആണ്, ഇവിടെ മിൽക്ക് 4 ആണ്. സെയിം അല്ല. അതായത് ഇതിനെ മൊത്തം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ മൊത്തം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ 4നെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 5നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പുതിയ റേഷ്യോ എത്രയെന്ന് വരും? 5×4 ഞാൻ ഇപ്പുറത്ത് എഴുതാം, 20:16 എന്ന് വരും. താഴത്തെ റേഷ്യോ എന്തെന്ന് വരും? 4 20:25 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി മുകളിലേക്കും ആ ചേഞ്ച് വരുത്തണ്ടേ? ഇവിടെ 16 എന്ന് വരുമ്പം ഇവിടെ 16, ഇപ്പോൾ ഇവിടെ എന്താ പുതിയ വാല്യൂ? 16:20 എന്നാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? മിൽക്കിൽ X ലിറ്റർ ആഡ് ചെയ്തു, വാട്ടറിന് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല ഞാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും റേഷ്യോ തുല്യമായിരിക്കണ്ടേ വാട്ടറിൻ്റെ? ഇവിടെ വാട്ടർ 16 ആണ്, ഇവിടെ 8 ഉള്ളൂ. അതായത് മൊത്തം ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് 16:6. മനസ്സിലായല്ലോ? ഇപ്പോൾ ശരിയല്ലേ? ആദ്യത്തെ കേസിൽ ഞാൻ X ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു, വാട്ടറിന് മാറ്റമൊന്നുമില്ല, 16 തന്നെയാണ്. രണ്ടാമത്തെ കേസിൽ ഞാൻ 18 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു, അപ്പോൾ മിൽക്കിന് മാറ്റമൊന്നും വന്നിട്ടില്ല, 20 തന്നെയാണ്. ഇനി നമ്മുടെ ഇവിടെ നിന്നാണ് റേഷ്യോ കിട്ടുക. ഈ 16ഉം 25ഉം 16ൽ നിന്ന് 25ലേക്ക് എത്താൻ എത്ര യൂണിറ്റ് ഞാൻ ആഡ് ചെയ്യണം? 4ഉം 5ഉം 9 യൂണിറ്റ് ആഡ് ചെയ്യണം. എൻ്റെ 9 യൂണിറ്റിൻ്റെ ആഡ് ചെയ്തു എന്ന് പറയുമ്പം അത് എത്ര ലിറ്ററാണ്? 18 ലിറ്റർ ആണ് അല്ലേ? അതായത് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 2 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 20 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 20 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 20×2 40 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് 40 ലിറ്ററാണ്. 6 യൂണിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 6 യൂണിറ്റിൻ്റെ വാല്യൂ 6×2 12 ലിറ്റർ. അപ്പോൾ ഇത് 12 ലിറ്റർ. ഇപ്പോൾ കിട്ടിയല്ലോ. 12 ലിറ്റർ ആയിരുന്നു മിൽക്ക്, 40 ലിറ്ററായി മാറിയെങ്കിൽ എക്സ് എത്രയാ? എത്ര ഞാൻ ആഡ് ചെയ്തു? 40 - 12 28. 28 ലിറ്റർ ഞാൻ അവിടെ ആഡ് ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കണു. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത 15 ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം, പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.